നിങ്ങൾക്ക് പുത്തരിയല്ലെന്ന് ഒരിക്കലും ഒരു അമ്പരപ്പില്ലാത്ത മുഖവുമായി ലോകത്ത് അഭിമുഖീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയണ്ടേ? അവിടേക്ക് നമ്മൾ എത്തണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രം ഒരു അനുദിനം വളർന്നേക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി വളരെ മുമ്പിലാണ്. നമ്മുടെ കയ്യിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. ആൻഡ്രോയിഡ് ഫോണും ആൻഡ്രോയിഡ് ഫോൺ കഴിഞ്ഞ് ഐഫോണും ഒക്കെ വരുമ്പോഴും ശാസ്ത്രത്തിന്റെ സാങ്കേതികതയുടെ പുതിയ രൂപങ്ങൾ നമ്മുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്നു. അപ്പോഴും അത്തരം ശാസ്ത്രീയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ആ ശാസ്ത്രീയ നേട്ടങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് വേണം. അതാണ് മർക്കസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിജ്ഞാനം. അത് ധാർമ്മികതയുടേതായിരിക്കണം. കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് വൃത്തികേടുകളുണ്ടല്ലോ എന്ന് പറയുകയല്ല, ഉണ്ടാകാം. അതെനിക്കുള്ളതല്ലെന്ന് മനസ്സുകൊണ്ട് പറയാൻ കഴിയണം. വീട്ടിൽ അടുക്കളക്കകത്തൊരു പിച്ചാത്തി ഉണ്ടെങ്കിൽ ആ പിച്ചാത്തി കൊണ്ട് ഒരാളുടെ മനുഷ്യന്റെ ജീവൻ അപഹരിക്കാം. ആ പിച്ചാത്തി കൊണ്ട് അടുക്കളയിലെ ജോലികൾ ചെയ്യാം. അത് അടുക്കളയിലെ ജോലി ചെയ്യാനുള്ളതാണ്, മനുഷ്യന്റെ ജീവൻ അപഹരിക്കാനുള്ളതില്ലെന്ന് തിരിച്ചറിവുണ്ടാകണം. ഒരു കമ്പ്യൂട്ടർ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ കമ്പ്യൂട്ടർ നന്മയുടെ വഴിയിൽ വിനിയോഗിക്കാനാണ് എന്ന തിരിച്ചറിവ്, അതാണ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ നേടേണ്ടത്. ഇൻഫർമേഷൻ ടെക്നോളജി എത്ര വളരുമ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറില്ല. കാരണം കൊച്ചുനാളിൽ മദ്രസയിൽ ഇരുന്നിട്ട് പഠിച്ച ചില പാഠങ്ങളുണ്ട്. മലായിക്കത്തുകൾ വന്നിട്ട് നമ്മൾ പറയുന്നതൊക്കെ രേഖപ്പെടുത്തും. നാളെ പരലോകത്ത് അള്ളാഹു മുമ്പിൽ അത് എത്തിക്കും. മനുഷ്യറയും ഞാൻ ചെറുപ്പത്തിലൊക്കെ കരുതിയിരുന്നു, ഈ എഴുതുന്ന കെട്ടൊക്കെ കൂടി ഇന്റതൊക്കെ എഴുതി കൂടുന്ന എത്ര പേരുണ്ടാവും. പക്ഷെ അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് മാറിയിട്ട് മറ്റേ പ്രസിഡന്റിന്റെ അധികാരം കൈമാറുമ്പോ ഒരു ചെറിയ ഓറഞ്ച് CD ചിപ്പ് എന്ന് പറയുന്ന ഒരു CD കൈമാറി. അമേരിക്കയുടെ മുഴുവൻ വിവരങ്ങൾ അടങ്ങുന്ന ആ ചിപ്പ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കാവുന്നതാണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഒരു ചിപ്പിൽ ഒതുക്കിയിട്ട് ഒരു പ്രസിഡന്റിന് കൈമാറാമെങ്കിൽ നമ്മുടെ ഈ മനുഷ്യന്റെ ചെറിയ പ്രവർത്തനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് രേഖപ്പെടുത്താൻ എത്ര ചെറിയ സംവിധാനം മതി. അവ ടെക്നോളജി വളരുമ്പോ നമ്മൾ ഇസ്ലാമിലേക്ക് അടുക്കും. ടെക്നോളജി വളരും, ഇസ്ലാമിലേക്ക് അകലുകയല്ല. നമ്മളിങ്ങനെ ദീനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ടെക്നോളജിയുടെ പ്രത്യേകത. അപ്പൊ ഇവിടേക്ക് ഇതുപോലെയുള്ള ആധുനിക ശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ആ ടെക്നോളജിയിലേക്ക് അങ്ങനെ അടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങളും നിങ്ങളുടെ വിജ്ഞാനവും ഒക്കെ അതിനാണ് അനുഗുണമായി മാറേണ്ടത്. ഓരോന്ന് വരുമ്പോഴും ഇവ നാനോ ടെക്നോളജി വരുന്നു, പുതിയ ടെക്നോളജിയാണ് നാനോ. എല്ലാം ചെറുതാക്കാമെന്നാണ്, എല്ലാം ചെറുതാക്കാം. എനിക്കിപ്പോ ഇവിടെ മർക്കസിൽ വന്ന് പ്രസംഗിക്കാൻ ഇങ്ങോട്ട് വരേണ്ട, ഞാൻ വീട്ടിലിരുന്നാൽ മതി. എന്റെ ഇമേജിന് ഇവിടെ വരുമെന്നാണ്, എന്റെ സ്ക്രീനിലല്ല. അതിപ്പോ ഉണ്ട്. ഞാൻ ഇതുപോലെ വന്ന് പ്രസംഗിക്കും, പക്ഷേ തപ്പി നോക്കിയാൽ ഞാനിവിടെ ഉണ്ടാവില്ല. എന്റെ ഇമേജിൽ വരുമെന്നാണ്. അതാണ് ഏറ്റവും വലിയ ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. അത് വിജയിച്ചു കഴിഞ്ഞു എന്നാണ് നാനോ ടെക്നോളജിയുടെ. അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പുത്തനല്ലല്ലോ. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയെക്കുറിച്ച് സഹാബത്തുൽ കിറാം തമ്മിൽ തന്നെ ആ കാലഘട്ടത്തിൽ സംശയങ്ങളൊന്നുമില്ലേ? അങ്ങനെ ഉണ്ടാവുമോ? പോകാൻ പറ്റുമോ? മനുഷ്യൻ ഇതൊക്കെ കണ്ടെത്താമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇതൊക്കെ എത്ര ചെറിയ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെയും നമ്മൾ പഠിക്കുകയാണ്. മനുഷ്യൻ ഇതൊക്കെ സാധ്യമാണെങ്കിൽ പിന്നീട് അസാധ്യമായിട്ട് എന്തുണ്ട് ലോകത്ത്? അവിടെയാണ് കുൻ ഫയക്കൂൻ എന്ന ശക്തി. ആ ശക്തിയെ തിരിച്ചറിയണം. ലോകത്തെ ടെക്നോളജിയുടെ മാറ്റം ഉണ്ടാകുമ്പോഴും ആധുനിക ശാസ്ത്രം വളരുമ്പോഴും സയൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചു പുറത്തിറങ്ങുമ്പോഴും ഏത് നേട്ടങ്ങളുടെ മുമ്പിലും അവിടെയാണ് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഏകത്വത്തെ കണ്ടറിയേണ്ടത്. അങ്ങനെ വന്നാൽ നമുക്കൊന്നിനും സംശയമുണ്ടാകില്ല, ഒന്നിനും സംശയിക്കില്ല. ഒരു മുസ്ലിമിന്റെ സംസ്കാരത്തെ ഒരാൾ സംശയിക്കില്ല. മതപരമായ വീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. മതവീക്ഷണങ്ങളുടെ സവിശേഷത എന്താണ്? വിശ്വാസിയുടെ ദൃഢതയിൽ എപ്പോഴും ഉറച്ചു നിൽക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കന്യാസ്ത്രീകൾ ലോകത്ത് സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് നോബൽ സമ്മാനം നേടിയ കന്യാസ്ത്രീകളുണ്ട്. മദർ തെരേസയെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാലയങ്ങളിലെ നല്ല അധ്യാപികമാർ കന്യാസ്ത്രീകളാണ്. വലിയ വലിയ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ നഴ്സുമാരായി നിൽക്കുന്നത് പോലും അവരാണ്. പക്ഷേ കന്യാസ്ത്രീയുടെ വേഷവിധാനത്തെ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും സംശയിച്ചിട്ടില്ല.
മുസ്ലിം ഉമ്മത്തും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോട് കടപ്പാടുള്ളവരായിരിക്കും. ഏത് പ്രതിസന്ധിയിലും അവരവരുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഇസ്സത്തും ലോകത്തിന് മുമ്പിൽ അഭിമാനപൂർവ്വം സമർപ്പിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ആ വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴേക്കും, ഒരല്പം ജ്ഞാനമുണ്ടാകുമ്പോഴേക്കും എന്റെ പ്രിയപ്പെട്ട മതം ലോകത്ത് മാനവരാശിക്ക് സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഇസ്ലാമിന്റെ നന്മയെ അറിയാതെ പോകരുത്. അതുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ 3 പതിറ്റാണ്ട് കൊണ്ട് മർക്കസ് ഹൈസ്കൂളിൽ നിന്ന് ഉന്നതമായ ബിരുദം നേടി പുറത്തിറങ്ങുക എന്നത് തീർച്ചയായും സമൂഹമധ്യത്തിൽ ഒരു മുസ്ലിം ഏറ്റെടുക്കേണ്ട ഒരു വലിയ ദൌത്യമുണ്ട്. അത് നമ്മുടെ ദഅവത്തിന്റെ ദൌത്യമാണ്. പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ദഅവത്തിന്റെ ദൌത്യം ഏറ്റെടുക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥരാണ്. ആ ദഅവത്തിന്റെ ദൌത്യം ഏറ്റെടുക്കുന്ന ഉത്തമ മാതൃകകളായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. തീർച്ചയായും തന്റെ ജീവിതം തന്നെ ഇത്തരം നന്മകൾക്ക് വേണ്ടി സമർപ്പിക്കുകയും വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് ഒരു ജനതയെ വിജ്ഞാനത്തിന്റെ കരുത്തുകൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ശക്തമായ പ്രഖ്യാപനത്തിലൂടെ തെളിയിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിച്ചതിന് സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.